ശ്രദ്ധിക്കണം. കർമ്മയിലെ ചേച്ചി എല്ലാവരും ശ്രദ്ധിക്കണം. കർമ്മയിലെ ചേച്ചിക്ക് എന്തൊക്കെയോ പറയാനുണ്ട്. കർമ്മയിലെ ചേച്ചി പറയുന്നത് കൊണ്ടാണ് ഇതൊരു വീഡിയോ ആയത്. ഓക്കെ, ശ്രദ്ധിക്കൂ. ബാബറി മസ്ജിദ് നിർമ്മിക്കുന്നതിനായി മുസ്ലിങ്ങൾ തങ്ങളുടെ മുഴുവൻ ഖജനാവും തുറന്നു നൽകിയതായി റിപ്പോർട്ട്. സംഭാവനയാകട്ടെ പെട്ടിക്കുള്ളിൽ നിമിഷങ്ങൾക്കുള്ളിലാണ് നോട്ടുകെട്ടുകൾ കൊണ്ട് നിറഞ്ഞത്. പണം ഒഴുകുന്നത് പശ്ചിമ ബംഗാളിൽ നിന്ന് മാത്രമല്ല, മറിച്ച് രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്നും ഈ പണം ഒഴുകിയെത്തിയതായി തന്നെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഡിസംബർ 6-ന് പള്ളിയുടെ കല്ലിടൽ ചടങ്ങിന് ശേഷം സസ്പെൻഡ് ചെയ്യപ്പെട്ട TMC MLA ആയ ഹുമയോൺ കബീർ ആകട്ടെ സംഭാവനകൾക്കായി തന്നെ അഭ്യർത്ഥന നടത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഇതേ തുടർന്നുകൊണ്ടാണ് സംഭാവനകൾ എത്തിത്തുടങ്ങിയതും. പണം ആ വിഷയത്തിൽ തന്നെ വലിയ രീതിയിൽ കവിഞ്ഞു എന്നതാണ് ഇത് തുടങ്ങിയതോടുകൂടി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് പ്രകാരം പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം ഞായറാഴ്ച രാത്രി മാത്രം കബീറിന്റെ വസതിയിൽ പണം എണ്ണാൻ തന്നെ പ്രാദേശിക മദ്രസകളിൽ നിന്നുള്ള 30 അധ്യാപകരെ ചുമതലപ്പെടുത്തിയതായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. CCTV എല്ലാം തന്നെ നിരീക്ഷണത്തിലാണ്. ഈ ഒരു നിരീക്ഷണത്തിലാണ് അവിടെ പണം എണ്ണി തുടങ്ങിയിരിക്കുന്നത്. സുതാര്യത നിലനിർത്തുന്നതിനായി തന്നെ മുഴുവൻ പ്രക്രിയയും സോഷ്യൽ മീഡിയയിൽ തത്സമയം സംപ്രേക്ഷണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പൊതുജനങ്ങളുടെ പിന്തുണ എല്ലാ പ്രതീക്ഷകളെയും അതിൽ അപ്പുറം തന്നെ കവിയുന്നു എന്നതാണ് ഇപ്പോൾ കബീറിന്റെ ഒരു അഭിപ്രായമായി പുറത്തു വരുന്നത്. കർമ്മ TVയും ജനൻ TVയും ഇതൊക്കെ ഒരു ന്യൂസ് ആക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ക്രിമികടി വാർത്ത എന്നാണ്. വർഷങ്ങൾ പഴക്കമുള്ള ബാബരി മസ്ജിദ് പൊളിച്ചില്ലേ, അവിടെ അമ്പലം പണിഞ്ഞില്ലേ, ആ അമ്പലം പണിയാൻ കാശുകൾ പണം ഒഴുകി എത്തിയില്ലേ, അത് എണ്ണാൻ അവിടെ ആൾക്കാരുണ്ടായിരുന്നല്ലോ. ഏതെങ്കിലും മുസ്ലിങ്ങൾ ചോദിച്ചോ? ഏതെങ്കിലും മുസ്ലിങ്ങൾ ഇതൊരു വാർത്തയാക്കിയോ? ഇല്ലല്ലോ. അതേ ബാബരി മസ്ജിദ് പോലുള്ള ഒരു പള്ളി മുസ്ലിങ്ങളെല്ലാം കൂടി പൈസയൊക്കെ പിരിച്ച് ഒരു ബാബരി മസ്ജിദ് പോലുള്ള ഒരു പള്ളി പണിയാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലെന്തെങ്കിലും ഒരു കുത്തിത്തീർപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമത്തിൽ കൂടെ കർമ്മയും ജനമൊക്കെ ഇതൊരു വലിയൊരു സംഭവമാക്കിയിട്ട് ഇങ്ങനെ കുത്തിത്തിരിപ്പ് സംഖ്യകളെങ്ങനെ കുത്തി വീഴുന്ന ആ പരിപാടി ഉണ്ടല്ലോ, വേണ്ട ചേച്ചി. പാവം മുസ്ലിങ്ങള് പള്ളി പണിഞ്ഞോട്ടെ, അവരുടെ ജീവനായ ബാബരി മസ്ജിദല്ലേ പൊളിച്ചു തള്ളിയത്, അതിന് പകരം അവരൊരു പള്ളി പണിഞ്ഞോട്ടെ, പ്രാർത്ഥിക്കും ചേച്ചി.